ഓക്കെ ശ്രീ വി വി രാജേഷ്, രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ വരുന്നു, ഒന്ന് ആലപ്പുഴയിൽ, ഒന്ന് തിരുവനന്തപുരത്ത്. ഒന്ന് ബിബിൻ, ശരി, ശരി 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 ഒന്ന് ബിബിൻ, രണ്ട് ഈ പറഞ്ഞ മുല്ലശ്ശേരി മധു. അതിൽ ബിബിന്റെ കാര്യം നോക്കൂ ശ്രീ വി വി രാജേഷ്. ബിബിൻ അവിടുത്തെ ഏറ്റവും ശക്തനായ കേഡർ എന്താണ്? എസ് എഫ് ഐ ജില്ലാ നേതൃത്വം, സംസ്ഥാന നേതൃത്വം, DYFI ജില്ലാ നേതൃത്വം, സംസ്ഥാന നേതൃത്വം, അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് അംഗം, അവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്. 42 വയസ്സിൽ പാർട്ടി ചെറി പിക്ക് ചെയ്തെടുത്ത് ഒരു യുവാവായ നേതാവിനെ വളർത്തിയെടുക്കുന്നതോടെ ബിബിൻ സി ബാബു, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ദൗർഭാഗ്യകരമായ അനുഭവം ഉണ്ടാകുന്ന എന്താണ്? അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹം മർദ്ദിച്ചു എന്നാരോപിച്ചുകൊണ്ട് പാർട്ടി പ്രവർത്തക നേതാവുമായ ഭാര്യ പാർട്ടിക്ക് പരാതി നൽകുന്നു. പാർട്ടിക്ക് നടപടി എടുക്കാവതല്ല, പാർട്ടി നടപടിയെടുത്ത് സസ്പെൻഡ് ചെയ്തു. അന്ന് മുതൽ തുടങ്ങുന്നു ബിബിൻ സി ബാബു പാർട്ടിയുമായുള്ള അകൽച്ച. അതിനുശേഷം തിരിച്ചെടുക്കുമ്പോഴും അദ്ദേഹത്തെ തരം താഴ്ന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ പാർട്ടി മെമ്പറായി മാത്രം തിരിച്ചെടുക്കുന്നു. അദ്ദേഹം അവിടെ നിൽക്കക്കള്ളിയില്ലാന്ന് അറിയുമ്പോഴേക്കും CPM വിടുന്നു, BJPയിലേക്ക് ചേക്കേറുന്നു. ഇവിടെ മധു മുല്ലശ്ശേരി ഒന്ന് നോക്കൂ ശ്രീ വി വി രാജേഷ്. ഞാൻ ഇൻട്രോ പറയുന്നത് CPMന്റെ എന്തുകൊണ്ടാണ് CPM കേഡർമാർ BJPയിലേക്ക് പോകുന്നതെന്ന രാഷ്ട്രീയ ചോദ്യമാണ്. അത് കേട്ട് ഹാലിളകിയ മധു മുല്ലശ്ശേരി അപ്പോൾ തന്നെ മൈക്കൂരിട്ട് ഇറങ്ങിപ്പോകണം. അത്രത്തോളം അസഹിഷ്ണുവാണ് ആ മനുഷ്യൻ. മധു മുല്ലശ്ശേരിക്ക് ഏരിയ സെക്രട്ടറി സ്ഥാനം 2 തവണ കൊടുക്കുന്നു, 3-ാം തവണ സെക്രട്ടറി സ്ഥാനം കിട്ടുന്നില്ല, ഉടനെ ഇറങ്ങുന്നു, BJPയിൽ ചേരുന്നു. ശ്രീ വി വി രാജേഷ്, ഇത്തരത്തിൽ നടതള്ളിയവരെ, ഇത്തരത്തിൽ പദവിമോഹം കൊണ്ട് വല്ലാതെ പൊട്ടിത്തെറിക്കുന്നവരെ ഉൾക്കൊള്ളിച്ച് നിങ്ങൾക്ക് എത്ര നാളും ഇങ്ങനെ ആളെ കൂട്ടാൻ കഴിയും ശ്രീ വി വി രാജേഷ്? അല്ല, ഈ രണ്ടുപേരെ കുറിച്ചും ഹാഷ്മിയുടെ ഒരു വ്യാഖ്യാനമാണ് ഹാഷ്മി പറഞ്ഞത്. ആ വ്യാഖ്യാനം എങ്ങനെയാണ് ശരിയാവുന്നത്? ശ്രീ മധു മുല്ലശ്ശേരിയെക്കുറിച്ച് അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചു, അതിസമ്പന്നൻ, വീട്ടിൽ കാറ് കിടക്കുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, അദ്ദേഹം നിരവധി വർഷം ഗൾഫിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഞങ്ങൾ ഇന്നലെ മെനിയാന്ന് മുതലാണ് ഞാൻ കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായത്. ഞാൻ 2 തവണ ആ വീട്ടിൽ പോയി, 2 അല്ല 3 തവണ പോയി. സത്യത്തിൽ അദ്ദേഹത്തിന് ഇതിലപ്പുറം തന്നെ ഉള്ള രീതിയിൽ ജീവിക്കാനുള്ള ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഞങ്ങൾ മനസ്സിലാക്കിയ അനുസരിച്ച് ഞങ്ങൾ നന്നായിട്ട് അന്വേഷണം നടത്തിയല്ലോ. അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിയെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടല്ലോ. അവിടെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും പണം മുടക്കി. ഇന്നത്തെ പത്രങ്ങളൊന്നും വാർത്ത ശരി തന്നെയാണ്. മാസം 50,000 രൂപയെങ്കിലും ഏറ്റവും കുറഞ്ഞത് അദ്ദേഹം കയ്യിൽ നിന്ന് മുടക്കി പാർട്ടി പ്രവർത്തനം നടത്തുന്ന സഖാവാണ്. അപ്പോൾ അത് 2 കാറ് കിടക്കുന്നു അതിസമ്പന്നെന്നും പറഞ്ഞിട്ട് വ്യക്തിഹത്യ ചെയ്യാൻ ശ്രമിക്കരുത്. താങ്കൾ ചോദിച്ചാൽ ഞാൻ വ്യക്തിഹത്യ നടത്തിയല്ല. ഞാൻ ഈ മധു മുല്ലശ്ശേരി പാർട്ടി പ്രവർത്തനത്തിൽ പണം ഉണ്ടാക്കിയെന്ന് പറഞ്ഞതല്ല. ഞാൻ പറഞ്ഞ അദ്ദേഹത്തിന് ഓടിക്കാർ വീട്ടിലുണ്ട്, അതല്ലാത്ത കാറുണ്ട്. അതിസമ്പന്നനായ ഒരാൾ CPMന്റെ വർഗ സ്വഭാവമായി ചേർന്ന് പോകുന്ന ആളാണോ എന്ന രാഷ്ട്രീയ സംശയം ഞാൻ ഉന്നയിച്ച, അല്ലാതെ അദ്ദേഹം പാർട്ടി പ്രവർത്തനം നടത്തി പിടിച്ചു പറിച്ച് കോടികൾ ഉണ്ടാക്കിയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. വി ഇവിടെ അസഹിഷ്ണുത കാണിക്കുന്നത് ഹാഷ്മിയാണ്. അതായത് ഞാൻ ഹാഷ്മി പറഞ്ഞൊന്നും പറഞ്ഞില്ല. ഈ LDFന്റെ പ്രതിനിധി ഉൾപ്പെടെ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തിഹത്യ ചെയ്യുന്നതാണ്. അതിസമ്പന്നൻ എന്ന് താങ്കൾ പറഞ്ഞെങ്കിൽ പിടിച്ചുപറിച്ചു എന്ന് താങ്കൾ പറഞ്ഞില്ല. പക്ഷേ ആ പറഞ്ഞതിലൊരു ധ്വനിയുണ്ട്. അതായത് അദ്ദേഹം എന്താണ്, മധു മുല്ലശ്ശേരി എന്താണ് എന്ന് അറിഞ്ഞിട്ട് തന്നെയാണല്ലോ കഴിഞ്ഞ 35 വർഷമായിട്ട് അദ്ദേഹത്തെ വിവിധ സെക്രട്ടറി ചുമതലയിരുത്തിയിരിക്കുന്നത്. ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ട് 6 വർഷം, അതിനുശേഷം അദ്ദേഹം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മെമ്പറാകുന്നു, ഏരിയ കമ്മിറ്റി മെമ്പറാകുന്നു, വീണ്ടും ലോക്കൽ സെക്രട്ടറി ആകുന്നു. അതിനുശേഷം 6 വർഷം തുടർച്ചയായിട്ട് അദ്ദേഹം ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി ആകുന്നു. അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ആ ഭാഗത്ത് വരുന്ന 6 ഗ്രാമപഞ്ചായത്തുകളും CPM ആണ് ഭരിക്കുന്നത്. അവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്നത് CPM ആണ്. അദ്ദേഹത്തിൻ്റെ ഏരിയ കമ്മിറ്റിയുള്ള 2 അസംബ്ലി മണ്ഡലങ്ങളിൽ LDFന്റെ MLAമാരാണ്. ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ 19 ഏരിയ കമ്മിറ്റികളിൽ 29 ലക്ഷം രൂപ ബാങ്ക് അക്കൗണ്ടിൽ ബാലൻസ് വെച്ച് മുന്നോട്ട് പോകുന്ന ഏരിയ കമ്മിറ്റിയാണ്. ഈ പാർട്ടിയുടെ സമ്മേളന കാലയളവിൽ ഒരു ബ്രാഞ്ച് അദ്ദേഹം പ്രവർത്തിക്കുന്ന ഏരിയ കമ്മിറ്റി കീഴിലുള്ള ഒരു ബ്രാഞ്ച് സമ്മേളനത്തിലോ ഒരു ലോക്കൽ സമ്മേളനത്തിലോ മംഗലാപുരം ഏരിയ സമ്മേളനത്തിലോ മുല്ലശ്ശേരി മധുവിൻ്റെ വ്യക്തിപരമായുള്ള പെരുമാറ്റത്തിലെ മോശപ്പെട്ട സാഹചര്യങ്ങളെക്കുറിച്ച്, സാമ്പത്തിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതുമായിട്ടുള്ള ബന്ധം ഒരാൾ പോലും, ഒരു വ്യക്തി പോലും ആ മീറ്റിങ്ങിലൊന്നും വിളിച്ച് ഒരു പരാതിയും പറഞ്ഞില്ലല്ലോ. സ്വാഭാവികമായിട്ട് സമ്മേളനങ്ങളിൽ നേതാക്കന്മാർക്കിടെ ഏതെങ്കിലും തരത്തിലുള്ള വിമർശനമുണ്ടെങ്കിൽ സമ്മേളനങ്ങൾ ചർച്ച വരേണ്ടതല്ലേ? ഒരു സമ്മേളനത്തിൽ ഒരു അക്ഷരം പോലും പറഞ്ഞില്ലല്ലോ. അപ്പോൾ അതല്ല പ്രശ്നം അതല്ല. ഈ ശ്രീ മധു മുല്ലശ്ശേരി നേരത്തെ പറഞ്ഞതുപോലെ അവരെ ആഭ്യന്തര കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. നേതൃത്വം മാറി വന്നതിന് ശേഷം അദ്ദേഹത്തെ സൈഡ്ലൈൻ ചെയ്യുവാനുള്ള, അദ്ദേഹത്തെ ഒരു പരിധിവരെ പൊതുപ്രവർത്തനത്തിൽ നിന്ന് മാറ്റി നിർത്തുവാനുള്ള ചില നീക്കങ്ങൾ നടന്നു. അദ്ദേഹം വർഷങ്ങളോളം അദ്ദേഹം സഹിച്ചു, ക്ഷമിച്ചു. ഇവിടെ അദ്ദേഹത്തെ പുറത്താക്കി ഞാൻ ചോദിച്ചോട്ടെ, അവരുടെ ഏരിയ സമ്മേളനം നടന്നുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം മനം മടുത്ത്
ഇതൊന്ന് ഇറങ്ങി പുറത്തു പോയല്ലേ? വ്യക്തിപരമായിട്ട് അദ്ദേഹവുമായി കുറച്ച് അടുപ്പമുള്ള ശ്രീ കടകംപള്ളി സുരേന്ദ്രനെ വിട്ട് അദ്ദേഹത്തെ തിരിച്ച് വിളിച്ച് അതിനകത്ത് തിരുത്തിയിട്ട് വീണ്ടും അപമാനിക്കാൻ ശ്രമിച്ചില്ലേ? അതിൽ മനമെടുത്തല്ലേ അദ്ദേഹം പോയത്? അദ്ദേഹം തന്നെ പുറത്തു പോയതാ. നിങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കണം. പാർട്ടിക്ക് വേണ്ടി ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നില്ല, 30-40 വർഷം കൊണ്ട് ആ പാർട്ടിക്ക് വേണ്ടി എല്ലാം സഹിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കുടുംബമാണ് അദ്ദേഹം. മാത്രമല്ല, ഞങ്ങളവിടെ ചെന്നു, എല്ലാവരും പാർട്ടി മെമ്പർമാരാണ്. 1-2 കോൺഗ്രസ് ബന്ധമുള്ള സുഹൃത്തുക്കൾ സഹോദരന്മാരുണ്ട്. ഞങ്ങളിന്ന് അവിടെ ചെന്നപ്പോഴേക്കും നിരവധി ആ പ്രദേശത്തുള്ള സാധാരണ കൂലിപ്പണിക്കാരായ പാർട്ടി മെമ്പർമാരും ഉൾപ്പെടെ അവിടെയുണ്ട്. ഞാനിനി അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ പറയാം. ഞങ്ങളുടെ പാർട്ടിയിൽ നരേന്ദ്രമോദിയും അമിത്ഷായും നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടിയിൽ ഒരു വ്യക്തി കടന്നു വരുമ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ചുള്ള മിനിമം അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തും. അപ്പോൾ ഞങ്ങളുടെ പാർട്ടിയിൽ ഞങ്ങളുടെ ആശയത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇനിയും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന മുല്ലശ്ശേരി ഇത് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ അദ്ദേഹത്തെ ക്ഷണിക്കുന്നത്. എന്റെ ചോദ്യം അതായിരുന്നില്ല വിവി. എന്റെ ചോദ്യം എന്തായിരുന്നു? എന്റെ ചോദ്യം ആലപ്പുഴയിലെ ബിപിൻ സി ബാബു CPM-ഉമായുള്ള ബന്ധം തകരുകയും ബിപിൻ സി ബാബുവിന് ആലപ്പുഴയിൽ അദ്ദേഹത്തിന്റെ പഴയ പ്രതാപകാലം എന്ന് പറഞ്ഞാൽ വിവി അവിടുത്തെ ഒരുപാട് ചെറുപ്പക്കാരായ അല്ലാത്ത നേതാക്കളൊക്കെ അവിടെ നിൽക്കുമ്പോൾ ബിപിൻ സി ബാബുവിനെ പാർട്ടി ഉള്ളംകൈയിൽ വെച്ച് വളർത്തി എന്താണ് ഒരുപക്ഷെ CPM-ന് അവിടെ ചില ലക്ഷ്യങ്ങൾ ഉണ്ടാകുമായിരിക്കാം. അങ്ങനെ ചെറിപ്പിക്ക് ചെയ്ത് വളർത്തിക്കൊണ്ടുവന്ന ബിപിൻ സി ബാബു പാർട്ടിയുമായി അകലുകയും ഏതിൻ്റെ പേരിലാണ്? ഗാർഹിക പീഡനത്തിൻ്റെ പേരിൽ പാർട്ടിയുമായി അകലുകയും പാർട്ടിയിൽ ഇനി അവിടെ നിൽക്കക്കള്ളിയില്ല എന്ന അവസ്ഥ ഉണ്ടാവുകയും പാർട്ടിയുമായി അകലുകയും ചെയ്യുന്നു. അദ്ദേഹം BJP-യിലേക്ക് വരുന്നു. എന്തുകൊണ്ടാണ്? പാർട്ടിയുമായി അകന്നതിൻ്റെ പേരിലാണ്. ഇവിടെ മധു മുല്ലശ്ശേരി വരുന്നത് എങ്ങനെയാണ്? 2 തവണ ഏരിയ സെക്രട്ടറി ആയി, 3-ാം തവണ എന്നെ ഏരിയ സെക്രട്ടറി ആക്കിയില്ല. ഞാൻ പിണങ്ങി, ഞാൻ വിട്ടു BJP-യിലേക്ക്. സാറേ, ഇങ്ങനെ സ്ഥാനമോഹികളെയും ഇങ്ങനെ നടതള്ളാനിരിക്കുന്നവരെയും നിങ്ങളുടെ പാർട്ടിയിലേക്ക് എത്ര കണ്ട് നിങ്ങൾ ആഡ് ചെയ്യും? ശ്രീ വിവി, എൻ്റെ ചോദ്യം അതായിരുന്നു. അങ്ങനെ ഞാൻ പറയാം ഹാഷ്മി, 3-ാമത് ഏരിയ സെക്രട്ടറി ആക്കാത്തത് കൊണ്ടാണ് മധു മുല്ലശ്ശേരി പോയത് എന്ന് കടകംപള്ളി സുരേന്ദ്രനും ജോയിയും പറയുന്നതല്ലേ? അതല്ലല്ലോ വസ്തുത. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പോലും അറിയാതെയാണ് അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കുറച്ചുപേർ വോട്ട് ചെയ്തത്. അദ്ദേഹം അതിന് മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുമ്പേ അദ്ദേഹം ഇറങ്ങിപ്പോയല്ലോ. കടകംപള്ളി സുരേന്ദ്രൻ, ഞാൻ ചോദിക്കട്ടെ, മധു മുല്ലശ്ശേരിയെക്കുറിച്ച് ഞാൻ അവരുടെ പാർട്ടിക്കുള്ളിൽ നടന്ന എല്ലാ കാര്യങ്ങളും പറയുന്നത് BJP-യുടെ ജില്ലാ പ്രസിഡന്റ് എന്നുള്ളതൊക്കെ എൻ്റെ യോഗ്യത അല്ലാത്തതുകൊണ്ട് പറയുന്നില്ല. പക്ഷേ താങ്കൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം, നിങ്ങൾക്ക് അദ്ദേഹവുമായി സംസാരിച്ച് നോക്കൂ. ഇത്രയും മോശപ്പെട്ട CPM പറയുന്ന വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ എന്തിനാ ഇന്നലെയും 5 തവണ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ ഫോണിലേക്ക് വിളിച്ചത്? എന്തിനാ CPM-ന്റെ ഒരു സംസ്ഥാന സമിതി അംഗം നിരന്തരമായി അദ്ദേഹത്തിൻ്റെ മകനെ വിളിച്ചുകൊണ്ടിരുന്നത്? അച്ഛൻ പോകട്ടെ, നീ പോകണ്ട എന്ന് പറഞ്ഞത്? അദ്ദേഹത്തെ ഇന്നലെ രാവിലെ 11 മണിക്ക് AK സെൻറ്ററിലേക്ക് വിളിച്ചെന്തിനാ? ഇന്നലെ രാത്രി ഞങ്ങൾ അദ്ദേഹവുമായി സംസാരിച്ചു, ഞങ്ങൾ അദ്ദേഹവുമായി ധാരണയിലെത്തുന്ന തീരുമാനം വന്നതിന് ശേഷമല്ലേ ഇന്ന് പുറത്താക്കൽ പ്രഖ്യാപിച്ചത്. അദ്ദേഹം മോശപ്പെട്ട വ്യക്തിയാണെങ്കിൽ എന്തിനാ 5-6 തവണ ഓരോ നേതാക്കന്മാരും അദ്ദേഹത്തെ കണ്ടിന്യൂ? നിങ്ങൾ ആ ഫോൺ കോൾ എടുത്ത് നോക്ക്, ഒരു CDR എടുത്ത് നോക്ക്. ഞാൻ പറയുന്നത് വെറുതെ. അപ്പോൾ മധു മുല്ലശ്ശേരിയെ അവർ സൈഡ് ലൈൻ ചെയ്തത് തെറ്റായെന്ന് ആ പാർട്ടിക്ക് തന്നെ തോന്നി. ഹാഷ്മി, ഞാനിപ്പോൾ അടുത്ത വിഷയത്തിലേക്ക്, ബിപിൻ്റെ കാര്യത്തിലേക്ക് വരാം. ഇപ്പോൾ ബിപിനെ ഞങ്ങളുടെ പാർട്ടിയിലെടുത്തു. ഇന്നിപ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരു കേസ് എടുത്തിട്ടുണ്ട്. 1 വർഷം മുമ്പ് നടന്ന സംഭവത്തിലാണ് ഇന്ന് കേസ് എടുത്തിട്ടുള്ളത്. ഈ അദ്ദേഹത്തിനെതിരെ പറയുന്ന വ്യക്തിപരമായ ആരോപണം CPM-ൽ നിന്നപ്പോഴേക്കും ഉയർന്നു വന്ന ആരോപണമാണ്. എനിക്ക് ആരോപണത്തിൻ്റെ എന്താണ് അതിൻ്റെ അടിസ്ഥാന കാര്യങ്ങളെന്ന് എനിക്കറിയില്ല. പക്ഷേ അതിൽ വസ്തുത ഉണ്ടായിരുന്നെങ്കിൽ 1 വർഷം അദ്ദേഹം CPM വിടുന്നത് വരെ നിയമം ഉറങ്ങിക്കിടക്കുകയായിരുന്നു. നിയമപരമായി എടുക്കാത്ത? ഞാൻ വേറെ ചോദിക്കട്ടെ, ഗാർഹിക പീഡനത്തിന് ഭാര്യമാർ പരാതി കൊടുത്ത ഗാർഹിക പീഡനത്തിന് 1 വർഷം പരാതി കൊടുത്തിരുന്നില്ല. കഴിഞ്ഞ ദിവസം അദ്ദേഹം പോയതിൽ കേക്ക് മുറിച്ച് ആഘോഷിച്ചിട്ട് പരാതി കൊടുത്തു. ഞാൻ പറയട്ടെ, അത് ബിബിനും അദ്ദേഹത്തിന്റെ ഭാര്യയും പാർട്ടിയുമായി അടുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. 2 പേരും പാർട്ടിക്ക് പ്രിയങ്കരാണ്, 2 പേരും പാർട്ടി നേതാക്കളാണ്. അതുകൊണ്ട് ഭാര്യയ്ക്ക് ഒരു പരാതി ഉണ്ട്. എന്താണ്? ഇയാളെന്നെ മർദ്ദിച്ചു എന്ന പരാതി ഉണ്ടായപ്പോൾ പാർട്ടിയോട് പറഞ്ഞു. പാർട്ടി അപ്പോൾ നടപടിയെടുത്തു. എന്താണ് നടപടി? സസ്പെൻഡ് ചെയ്തു. സ്വാഭാവികമായിട്ട് പാർട്ടി വിട്ടപ്പോൾ പോലീസിലേക്ക് പരാതി കൊടുക്കാനുള്ള മാനസികാവസ്ഥയിൽ എത്തിയിട്ടുണ്ടാകാം ഭാര്യ. എന്താ പ്രശ്നം? ഞാൻ പറയട്ടെ, ഈ രാജ്യത്ത് ഭാര്യയെ ഭർത്താവ് പീഡിപ്പിച്ചു കഴിഞ്ഞാൽ പാർട്ടിയോട് പരാതി കൊടുത്ത് അതിനെ സൈലന്റ് ആക്കി വെക്കാം എന്നുള്ളൊരു നിയമമുണ്ട് ഈ രാജ്യത്ത്? ഇല്ല, അതൊന്നുമില്ല. കാശ്മീർ പോലുള്ള ഒരാൾ അങ്ങനെ ചോദിക്കാമോ? പാർട്ടി അവരുടെ വ്യക്തിപരമായ താല്പര്യമാണ്. അങ്ങനെയല്ല തന്നെ പാർട്ടി പീഡനം അങ്ങനെ ഉണ്ടോ? അങ്ങനെയല്ല. പാർട്ടി കോടതിയും അല്ല, പാർട്ടി പോലീസും അല്ല. ഗാർഹിക പീഡനം കൊടുക്കുന്നത് നേരെ പോലീസിലേക്ക് തന്നെ തർക്കത്തില്ല. ഞാൻ ചോദിക്കട്ടെ, DV ആക്ട്, ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്, അതിൽ ഗാർഹിക പീഡനം നടന്നാൽ അവരവർ പ്രവർത്തിക്കുന്ന പാർട്ടിയിൽ പരാതി കൊടുത്ത് പാർട്ടി തീരുമാനിച്ചാൽ മതി എന്ന് DV ആക്ടിന്റെ ഏത് വകുപ്പിലാണ് പറഞ്ഞിരുന്നത്? ഹാഷ്മി, ഒരു വ്യക്തി അങ്ങനെ ചോദിക്കാമോ? പറഞ്ഞിട്ടില്ല.
അങ്ങനെ പറഞ്ഞിട്ടില്ല. അത് ചോദിക്കുന്നത് പിന്നെ എന്തിനാ ഹാഷ്മി? സാറേ അങ്ങനെ പരാതി, എന്റെ ചോദ്യം എന്താണ്? എന്റെ ചോദ്യം അങ്ങനെ ഒരു പരാതി ഉണ്ടായിരുന്നു, ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പാർട്ടി നടപടിയെടുത്തത്. ആ പരാതി ഉണ്ടെന്ന് ബിബിനും സമ്മതിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു വർഷത്തിന് ഇപ്പുറം കള്ളപ്പരാതി കൊടുത്തു പറയില്ലല്ലോ. ഒരു വർഷം ഉള്ള പരാതി ഇപ്പൊ കൊടുത്തു, അതല്ലേ ബിബി പറയൂ. ഹാഷ്മിന്റെ ഞാൻ പറയട്ടെ, ഞാനൊന്ന് പറയട്ടെ ഹാഷ്മി, എന്നെ ഇങ്ങനെ തടസ്സപ്പെടുത്തി എങ്ങനെ മുമ്പോട്ട് പോകുന്നത്? എന്നോടല്ലേ ചോദ്യങ്ങൾ അത്രയും. അതായത് അവർ കൊടുത്ത പരാതി, അവർ CPM-ൽ നിന്നപ്പോഴേക്കും ആ പരാതിക്ക് ജീവനില്ല, CPM വിട്ടപ്പോഴേക്കും ജീവൻ വെച്ചു. ഞാൻ ഇനി ആ വിഷയം ഞാൻ വിടുകയാണ്. ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് ഞാൻ വിടാം. ഗാർഹിക പീഡനത്തിന് ഭാര്യമാർ കൊടുത്ത പരാതിയൊക്കെ കൃത്യമായിട്ട് കേസെടുത്താൽ കേരളത്തിലെ മന്ത്രിസഭയിലിരിക്കുന്ന മന്ത്രിമാർക്കെതിരെയാണ് 3-4 വർഷം മുമ്പ് പരാതി കൊടുത്തത്. എന്തിനാ വ്യക്തിപരമായിട്ട് ആൾക്കാർ അധിക്ഷേപിക്കുന്നതിലേക്ക് നമ്മൾ ചർച്ച പോകുന്നു? നമുക്ക് ആശയപരമായ വിഷയങ്ങളിലേക്ക് വരാം. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ശ്രീ വി ജോയുടെ ഒരു തിരുവനന്തപുരം BJP CPM-ന്റെ ജില്ലാ സെക്രട്ടറിയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കണ്ടു. അദ്ദേഹം പറഞ്ഞു, മധു മുല്ലശ്ശേരി നിരവധി കാലമായിട്ട് BJP-യുമായി അടുക്കുകയായിരുന്നു, ചർച്ച നടക്കുകയായിരുന്നു. ഒരു ചർച്ച ഞാൻ ആദ്യമായിട്ട് BJP-യുടെ ആയിട്ട് ചർച്ച നടത്തുകയാണെന്നുണ്ടെങ്കിൽ CPM-ന്റെ ഒരു ഏരിയ സെക്രട്ടറി ബന്ധപ്പെട്ടെങ്കിൽ BJP-യുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഞാൻ അറിയണ്ടേ? ഞാൻ ആദ്യമായിട്ടാണ് അദ്ദേഹത്തെ CPM-ന്റെ ഏരിയ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് അന്ന് രാത്രി 11 മണിക്ക് ശേഷമാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് നേരിട്ട് കണ്ട് സംസാരിക്കുന്നത്. ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ടെന്ന് പോലും ഞങ്ങളുടെ ശ്രദ്ധയിൽ അവിടെയൊക്കെ ചില സംഘർഷങ്ങളൊക്കെ CPM BJP സംഘർഷങ്ങൾ നടക്കുമ്പോഴാണ് വന്നിട്ടുള്ളത്. ഞാൻ നേരിട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ട് സംസാരിക്കുന്നത് 2 ദിവസം മുമ്പ് രാത്രി ഒരു 11 മണിക്ക് ശേഷമാണ്. ഇനി അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ശ്രീ വി ജോയുടെ ബൂത്തിലല്ലേ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത്? വി ജോയുടെ അഴൂർ പഞ്ചായത്തിലെ ബൂത്തിൽ ഞങ്ങളാണല്ലോ ലീഡ് ചെയ്തത്. ശിവൻകുട്ടി മന്ത്രിയുടെ ബൂത്തിൽ ഞങ്ങളാണല്ലോ ലീഡ് ചെയ്തത്. തിരുവനന്തപുരത്തെ മേയറുടെ ബൂത്തിൽ BJP ആണല്ലോ ലീഡ് ചെയ്തത്. GR അനിൽ മന്ത്രിയുടെ ബൂത്തിൽ BJP ആണല്ലോ ലീഡ് ചെയ്തത്. ഞാൻ ഒരു കാര്യം, ഞാൻ വി ജോയി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ പറയുന്നു, ആയിരക്കണക്കിന് CPM-ന്റെ സാധാരണക്കാരായ പ്രവർത്തകരുമായിട്ട് ഞങ്ങൾ നിരന്തര സമ്പർക്കമുണ്ട്. നേതാക്കന്മാരുമായിട്ടല്ല, ബ്രാഞ്ച് തലത്തിൽ പ്രവർത്തിക്കുന്ന ബ്രാഞ്ച് മെമ്പർമാരും ബ്രാഞ്ച് സെക്രട്ടറിമാർ ഉൾപ്പെടെ ഉള്ളവരുമായിട്ട് ആദർശ ശുദ്ധിയുള്ളവർ, ആശയത്തെ സ്നേഹിക്കുന്നവരുമായിട്ട് ബന്ധമുണ്ട്. അത് ഇന്ന് മധു മുല്ലശ്ശേരി പറഞ്ഞുമായിട്ട് കണക്ട് ചെയ്ത് വായിച്ചോളൂ. എന്തുകൊണ്ടാണ് മധു മുല്ലശ്ശേരി വരുന്നത്? അദ്ദേഹം പറയുന്നു, ഞാൻ വിശ്വസിച്ചിരുന്ന ഇടതുപക്ഷ ആശയം, ആ ആശയം മനുഷ്യസ്നേഹം പറയുന്നുണ്ട്, പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ഭരണമാണ് വാഗ്ദാനം ചെയ്യുന്നത്, അഴിമതിയില്ലാത്ത ഭരണമാണ്. അതൊക്കെ തന്നെ കഴിഞ്ഞ 10-12 വർഷം കൊണ്ട് നോക്കുമ്പോഴേക്കും നടപ്പിലാക്കുന്ന നരേന്ദ്രമോദിയാണ്. അദ്ദേഹം കൂടി കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന ഒരു ഗവൺമെൻറ്, 2 MLA-മാരെ ജയിപ്പിച്ച് കൊണ്ടുവന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ മുഖ്യമന്ത്രി സ്വന്തം മകളെ വച്ചിട്ട് മാസപ്പടി പിരിക്കുമ്പോൾ മധു മുല്ലശ്ശേരിയെ പോലെ ആദർശശുദ്ധിയുള്ള ഒരു സഖാവിന് എങ്ങനെയാണ് ആ പാർട്ടിയിൽ തുടരാൻ സാധിക്കുന്നത്? താങ്കൾ പറഞ്ഞു ശരി. പക്ഷേ ഇതൊക്കെ മധു മുല്ലശ്ശേരിക്ക് ഇപ്പോൾ ധാർമ്മികമായി പറഞ്ഞു പോകുന്നത് എപ്പോഴാണ്? 2ാം തവണ ഏരിയ സെക്രട്ടറി ആക്കി, 3 തവണ ഏരിയ സെക്രട്ടറി ആക്കില്ല. ശ്രീ വി രാജേഷ് ആലോചിച്ച് നോക്കൂ. അല്ലെ, താങ്കൾ പറഞ്ഞു, ഞാൻ മാറുക. ഇവിടെ ഈ പറയുന്ന സോക്കോൾഡ് ഏരിയ സമ്മേളനത്തിൽ പാനൽ അവതരിപ്പിച്ച ആരാ? ഇതേ മധു മുല്ലശ്ശേരി. അതിന് ഏകണ്ഠമായി പാസ്സാക്കിയതാരാ? അതിന് സമ്മേളന പ്രതിനിധികൾ, ജില്ലാ സമ്മേളന പ്രതിനിധികൾ ഏകണ്ഠമായി ആ പാനൽ പാസ്സാക്കി. ഓക്കെ, ഇനി സെക്രട്ടറിയുടെ പേര് വരുന്നു. 2 പേരുകൾ വരുന്നു, മത്സരത്തിലേക്ക് പോകുന്നു. 2ാമത് ആൾക്ക് കൂടുതൽ വോട്ട് കിട്ടുന്നു, ജയിക്കുന്നു. സെക്രട്ടറി ആവാൻ കഴിയില്ല എന്ന് മധു മുല്ലശ്ശേരി തിരിച്ചറിയുന്നു. ഞാൻ പിണങ്ങി ഇറങ്ങി 42 വർഷത്തെ ബന്ധം ഉപേക്ഷിച്ചു, നാളെ പാർട്ടിക്കാൻ. അതിനുശേഷം കേട്ടോ ഈ മോഡി വാഴ്ത്തൊക്കെ വരുന്നത്. ഞാൻ അങ്ങേലേക്ക് എത്താം.